ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കറുമുറ മൊരിഞ്ഞ ചിക്കൻ കട്ട്ലറ്റാണ്. ഇത് കുറച്ചുനാൾ എങ്ങനെ കേടുകൂടാതെ ഫ്രീസറിൽ സൂക്ഷിക്കാമെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനാദ്യം വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 വെള്ളുള്ളി അല്ലികൾ എന്നിവ നന്നായി ചതച്ചെടുക്കുക. നേരത്തെ ഒരു സബോള കുനുകുന അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞു വെച്ചതും ഞാൻ നീക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ട്. നന്നായി പേസ്റ്റ് ആക്കി എടുക്കണം. അത് ഈ പരുവത്തിലായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നന്നായി പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ്. 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 2 ചെറുതും 2 വലുതുമാണ്. അത് നമുക്ക് ഇങ്ങനെ പൊടിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ തന്നെ വീട്ടിലുള്ള ചെറിയ കൈലുകളോ ഇതുപോലെ വീതി കൂടിയ പരന്ന കൈലുകളോ ഉപയോഗിച്ച് നമുക്ക് ഇത് പൊടിച്ചെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരിക്കലും നല്ലോണം വെന്ത് ഉടഞ്ഞു പോകരുത്. ഈ പരുവത്തിൽ വേണം നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട്. നന്നായി പൊടിച്ചെടുക്കുക. നേരത്തെ 250 ഗ്രാം ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. 250 ഗ്രാം ചിക്കൻ ഉപ്പിട്ട് കുരുമുളക് പൊടിയിട്ട് വേവിച്ച് വെച്ചത് നീക്കി വെച്ചിട്ടുണ്ട്. അതും നമ്മൾ ഈ കൂട്ടത്തിൽ പൊടിച്ചെടുക്കും. ഇപ്പോൾ ഈ 4 ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുക്കുക. നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുത്തത് ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും അളവ് ഉരുളക്കിഴങ്ങ് പൊടിച്ചത് നമ്മുടെ പ്ലേറ്റിലുണ്ട്. ചില ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ വെന്തിട്ടില്ല, അത് നമുക്ക് മാറ്റി വയ്ക്കാം. കാരണം അത് കട്ട്ലറ്റ് കടിക്കുമ്പോൾ ഒരു സുഖക്കുറവ് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് നന്നായി പൊടിഞ്ഞ ഭാഗങ്ങൾ മാത്രമേ നമുക്ക് എടുക്കേണ്ട കാര്യമുള്ളൂ. ഇതിൽ നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. അത് നമ്മൾ ഇത് മസാലയിട്ട് വേവിച്ചെടുക്കുന്ന സമയത്താണ് ഉപ്പ് ചേർക്കുന്നത്. കൈ കൊണ്ട് ഒന്നുകൂടി പൊടിച്ചെടുക്കുക. നമ്മുടെ ഉരുളക്കിഴങ്ങ് റെഡിയായിട്ടുണ്ട്. ഇനി വേണ്ടത് അടുപ്പത്ത് തീ ഓണാക്കുക. അതിലേക്ക് ഒരു ചീനച്ചട്ടി, ചുവട് കട്ടിയുള്ള ചീനച്ചട്ടിയാണെന്നാണ് നല്ലത്. ചീനച്ചട്ടി വയ്ക്കുക. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ചിലർ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ വെളിച്ചെണ്ണയുടെ കുത്ത് കട്ട്ലറ്റിൻ്റെ സ്വാഭാവികമായ രുചിയെ നല്ലോണം ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നത്. അതിലേക്ക് അരിഞ്ഞു വെച്ച സാധനങ്ങൾ ഓരോന്നായിട്ട് ഇടാം. ആദ്യം കുനുകുന അരിഞ്ഞ സബോള. ഇത് ഒരു വലിയ സബോളയാണ്, അത് കുനുകുന അരിഞ്ഞതാണ്. അതിലേക്ക് ഒന്ന് മൂത്ത് വരുമ്പോൾ അല്പം പച്ചമുളക് കൂടി നമുക്ക് ഇടണം. നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. നല്ല ഹൈ ഫ്ലെയിമിലിടുമ്പോൾ ചൂട് കട്ടി കൂടിയ പാത്രത്തിൽ വെച്ച് ചെയ്യുമ്പോൾ അത് കരിഞ്ഞു പോകാതിരിക്കും. ഇപ്പോൾ അത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക്, ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ. ആവശ്യക്കാർക്ക് എരിവ് കൂട്ടിയെടുക്കാം. അതിലേക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ്, വേപ്പില എന്നിവ ഇട്ട് ഇളക്കുക. നന്നായി വഴറ്റിയെടുക്കണം. ശേഷം അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി. ചിലർ മല്ലിപ്പൊടി ഉപയോഗിക്കില്ല, പക്ഷെ ഞാനിവിടെ മല്ലിപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ട്. 1 നുള്ള് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല പൊടി. അത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ചാണ് ഗരം മസാല പൊടിയൊക്കെ ഇടേണ്ടത്. ചിലർക്ക് വളരെ നേർത്ത രുചി മാത്രം മതിയെന്ന് കരുതുന്നവരുണ്ടാകും. എന്നാലും ഒരു ചെറിയ ടീസ്പൂൺ നമുക്ക് ഇടാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടാലേ ഈ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതെല്ലാം വാട്ടിയെടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള ചിക്കൻ 250 ഗ്രാം കൈകൊണ്ട് പിച്ചിയെടുത്ത് കഷ്ണങ്ങളാക്കിയത് ചേർക്കും. അത് നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വഴറ്റിയെടുത്ത ഇതിലേക്കാണ് ഈ ചിക്കൻ ഇപ്പോൾ ഇടുന്നത്. ഇത് 250 ഗ്രാം ചിക്കനാണ്. ഇത് ഉപ്പിട്ട് നേരത്തെ വേവിച്ച് വെച്ചതാണ്. ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചതാണ്. അത് ഇതിലേക്ക് ചേർക്കുക. നന്നായി ഇളക്കുക. ഇതൊരു 1 മിനിറ്റ് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. അത് ചൂട് നന്നാക്കി ഉയർത്തി വെച്ചിട്ട് വേണം അത് ചെയ്യാൻ.
ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർക്കുക എന്നുള്ളതാണ്. അതോടുകൂടി ഇതിൻ്റെ പ്രധാന പണികളെല്ലാം തീർന്നു. നമ്മളൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. നേരത്തെ പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക, നന്നായി മിക്സ് ആക്കുക. ഒരു മിനിറ്റോളം ഇത് നമ്മളൊന്ന് മിക്സ് ആവാൻ, അതിൻ്റെ മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കണം. ഇനി നമ്മളിത് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലെടുത്ത് ഉരുട്ടി, ചൂടാറുമ്പോൾ കയ്യിലെടുത്ത് ഉരുട്ടുക, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റുക. ഒരു മുട്ടയുടെ വെള്ളക്കരു മാത്രം എടുക്കുന്നവരുണ്ട്, വെള്ളയും മഞ്ഞയും എടുത്താലും കുഴപ്പമില്ല. അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് മുട്ട അവിടെ അടിച്ചു വെക്കുക. അതിലേക്ക് നമ്മളെടുത്ത് വെച്ച ഷേപ്പുകൾ ഓരോന്ന് മുക്കി ഇപ്പോൾ കാണിച്ച റസ്ക് പൊടിയിലേക്ക്, റസ്ക് പൊടി വാങ്ങിക്കാൻ കിട്ടും. ആ റസ്ക് പൊടി വാങ്ങിക്കാൻ കിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന റൊട്ടി അത് ഉപയോഗിച്ച് പൊടിച്ചെടുത്താലും മതി. റസ്കോ റൊട്ടിയോ പൊടിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന റസ്ക് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബ്രെഡ് ക്രംസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീസറിൽ എടുത്ത് വെക്കാം. ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്കിതെടുത്ത് എണ്ണയിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്താലേ നല്ല കറുമുറ മുരിഞ്ഞ കട്ട്ലറ്റ് കിട്ടും. ഇത് ഒരു 4-5 ദിവസത്തോളം നമുക്കത് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ നോമ്പുകാലം കൂടിയാണ്. നോമ്പുകാലങ്ങളിൽ എല്ലാ ദിവസവും രാത്രി ഇത് ഉണ്ടാക്കാനിരിക്കേണ്ട. ഒരു തവണ ഉണ്ടാക്കി ഫ്രീസറിലെടുത്ത് വെച്ചാൽ കുറച്ച് ദിവസത്തേക്ക് ഇത് ഉപയോഗിക്കാം. ഒരു തരത്തിലും കേടുവരില്ല. നമ്മുടെ മക്കളെപ്പോൾ വേണമെങ്കിലും ഇത് വേണം എന്ന് പറയുന്ന സമയത്ത് 1-2 എടുത്ത് അപ്പം തന്നെ ഒന്ന് മുരിച്ച് വളരെ നൊടിയിട കൊണ്ട് ഈ ഫ്രീസറിൽ നിന്ന് ഇത് എടുക്കുക, പൊരിക്കുക. അതാണ് അതിൻ്റെ ഒരു ഗുണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ ഇത് നല്ലോണം തണുത്തിട്ടുണ്ടാവും. തണുത്തത് നമ്മളൊന്ന് ഒരു 2 മണിക്കൂറോളം എങ്കിലും പുറത്ത് വെച്ച് തണുപ്പ് മാറിയ ശേഷം മുരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ പുറം ഭാഗം മുരിഞ്ഞു വരും, ചൂടുണ്ടാവും, പക്ഷെ കഴിക്കുമ്പോൾ അകത്തെ ഭാഗം തണുത്തിരിക്കും. അതിനേക്കാളും നല്ലത് ഇത് തണുപ്പ് പോയ ശേഷം മുരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകവും പുറവും ഒരേപോലെ ചൂടിൽ കിട്ടും. മുരിക്കുക, കഴിക്കുക, മുരിക്കുക, കഴിക്കുക. കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുന്നത് നല്ല ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ഷെയർ ചെയ്യുക. നിങ്ങളുണ്ടാക്കി നോക്കിയതിൻ്റെ ഫോട്ടോകളോ വീഡിയോകളോ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം. അടുത്ത വീഡിയോകളിൽ നമ്മളത് പരിശ്രമിക്കാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.